നിസ്തംബഹ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നസ്രാണി ഈത്തോസ് ചാനലിലെ ആധുനിക പാഷണ്ഡതകൾ എന്ന പുതിയ സീരീസിലെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പലരും പാഷണ്ഡത എന്ന വാക്ക് കേട്ടിട്ടുണ്ടെങ്കിലും ഈ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം പലർക്കും അറിയില്ലായിരിക്കാം. പാഷണ്ഡത എന്നത് യഥാർത്ഥ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു വിശ്വാസം, അതായത് തെറ്റായ ഒരു വിശ്വാസം എന്നതാണ് പാഷണ്ഡത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാഷണ്ഡ വിശ്വാസങ്ങൾ പഠിപ്പിക്കുന്ന വ്യക്തികൾ അറിഞ്ഞുകൊണ്ട് തെറ്റിലേക്ക് ആളുകളെ നയിക്കണം എന്ന് കരുതിയാവില്ല ഇത് പഠിപ്പിക്കുന്നത്. അവർ വിശ്വസിക്കുന്നത് തന്നെയാണ് ശരി എന്ന പൂർണ്ണ ബോധ്യത്തോടെ ആവാം അവരിത് പഠിപ്പിക്കുന്നത്. അവരെ വിശ്വസിച്ച് പലരും ഈ പാഷണ്ഡത ശരിയാണ് എന്ന് വിചാരിച്ച് സ്വീകരിക്കുന്നത് വഴിയാണ് ഈ പാഷണ്ഡതകൾ വളരുന്നത്. അതുപോലെ ഒരുപാട് പാഷണ്ഡതകൾ നമ്മുടെ സഭയിൽ ആദിമകാലം തൊട്ടേ ഉള്ളതാണ്. അതിൻ്റെ പേരിൽ ഭിന്ന അഭിപ്രായങ്ങൾ സഭയിൽ ഉണ്ടായിട്ടുണ്ട്. സഭയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം വയോധികനായ ഒരു വൈദികൻ്റെ പ്രസംഗം യൂട്യൂബിൽ കാണാനിടയായി. അദ്ദേഹം വളരെ പ്രസിദ്ധനായ തീക്ഷ്ണമതിയായ ഒരു ധ്യാനഗുരുവുമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്നത് എന്താണെന്ന് പൂർണ്ണമായും കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഈശോയുടെ മൗതിക ശരീരമായ സഭ എന്താണ് ഔദ്യോഗികമായി ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്നും നമുക്ക് പരിശോധിക്കാം. ഈ വീഡിയോയിൽ ആരുടെയും വ്യക്തിപരമായ അഭിപ്രായങ്ങളോ വ്യക്തിപരമായ വീക്ഷണങ്ങളോ അല്ല, മറിച്ച് ഈശോ വിശ്വാസം പകർന്നുകൊടുത്ത അപ്പോസ്തലന്മാരും അവരുടെ ശിഷ്യന്മാരായ സഭാപിതാക്കന്മാരും ക്രോഡീകരിക്കപ്പെട്ട തിരുലിഖിതങ്ങളും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമായ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചും മാർപ്പാപ്പമാരുടെ ഔദ്യോഗിക ചാക്രിക ലേഖനങ്ങളും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഔദ്യോഗിക രേഖകളും മറ്റുമാണ് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഈ വീഡിയോ കുറച്ച് ദൈർഘ്യമുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്ന പല ടോപ്പിക്കുകളുടെയും അടിസ്ഥാനത്തിൽ ഈ വീഡിയോയെ പല അധ്യായങ്ങളായി അഥവാ ചാപ്റ്റേഴ്സായി തിരിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയാൽ ഈ ചാപ്റ്ററുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഏറെ നാളുകളായി ഇതുപോലെയൊരു വീഡിയോ ഇറക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ പല കാരണങ്ങളാലും ഞാൻ വേണ്ട എന്ന് വെച്ചു. ഇന്ന് കേരള സഭയിൽ ആരാധക്രമത്തിന്റെയും കൂട്ടായ്മയുടെയും പേരിൽ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്ന ഭയാനകമായ ഈ ഭിന്നതയുടെ അവസരത്തിൽ ഇതുപോലൊരു വീഡിയോ ഇറക്കാൻ ഞാൻ ആരുമല്ല. കാരണം ഇക്കാര്യത്തിൽ എനിക്ക് വലിയ അറിവില്ല, ഔദ്യോഗിക യോഗ്യതയില്ല. ഇന്നലത്തെ മഴയിൽ കിളിർത്ത തകരയോ ഒരു പക്ഷെങ്കിൽ കാര്യഗ്രഹിക്കാതെ ഒരു മുറി വൈദ്യനോ ഒരു തല നരച്ച മനുഷ്യനോ ആണ്. പക്ഷേ ഏറെ ആളുകളുടെ കത്തുകൾ, പ്രത്യേകിച്ച് വൈദികരുടെ, സിസ്റ്റേഴ്സിന്റെ, 3-4 മെത്രാന്മാരുടെ ഒക്കെ എന്നെ പ്രേരിപ്പിക്കുകയാണ് ഇപ്രകാരം ഒരു പങ്കുവയ്ക്കുന്നത്. എന്നെ അറിയുന്ന 2 പിതാക്കന്മാർ, മെത്രാന്മാർ എന്നോട് പറഞ്ഞു, അച്ഛൻ ഭയപ്പെടാതെ ഒരു നല്ല വീഡിയോ, അച്ഛന്റെ തോന്നലുകൾ, അച്ഛന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയണം എന്ന്. അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ആദ്യ ഭാഗത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, പല ബിഷപ്പുമാരും അച്ഛന്മാരും കന്യാസ്ത്രീകളും അൽമാരും പ്രത്യേകിച്ച് 2 ബിഷപ്പുമാർ ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു, ഈ ഒരു വിഷയത്തിൽ അച്ഛൻ്റെ അഭിപ്രായങ്ങളും ചിന്തകളും ഭയപ്പെടാതെ പങ്കുവെക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ വിഷയങ്ങളിൽ പലർക്കും അവരുടേതായ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും ഉണ്ടെങ്കിലും കത്തോലിക്ക സഭ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് പലർക്കും അറിയില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ ശ്രമിക്കാം. ബഹുമാനപ്പെട്ട അച്ഛൻ അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ സഭ ഇന്ന് നേരിടുന്ന ചില പ്രതിസന്ധികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹം ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ടോപ്പിക്കിലേക്ക് ഡയറക്റ്റായിട്ട് കടക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 7-ാം അധ്യായം ആദ്യ ഭാഗത്ത് കർത്താവ് ഫരീശരെ എന്ന് വിളിച്ചുകൊണ്ട് അവർ കൈ കഴുകാതെ ആഹാരം കഴിക്കാത്ത പാരമ്പര്യത്തെ പറ്റി പറഞ്ഞുകൊണ്ട് ഒരു ഭാഗമുണ്ട്. നിങ്ങൾ സമയമുള്ളപ്പോൾ വായിക്കുക. 5 മുതൽ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഫരീസ്യരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത്? അവൻ പറഞ്ഞു, അതായത് യേശു പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവരെന്നെ ആരാധിക്കുന്നു,
മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു. നിങ്ങൾ അതൊന്നുകൂടെ കേൾക്കണം. പാരമ്പര്യം പാലിക്കാൻ വേണ്ടി കൗശലപൂർവ്വം ദൈവകൽപ്പന ലംഘിക്കുന്നു. ദൈവകൽപ്പന എന്താണ്? ദൈവത്തെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. 13-ാം വചനം പറയുന്നു, അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച നിരർത്ഥകമാകുന്നു. നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾക്ക് നിരർത്ഥകമാകുന്നു. അതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. ഒരിക്കൽ കൂടി ആ വചനം ഞാൻ വായിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥകമാക്കുന്നു. ഇതൊക്കെ ഏറെക്കുറെ ശരിയല്ലേ? ഇന്ന് കേരളത്തിൽ ക്രൈസ്തവ ജീവിതത്തിന്റെ പാരമ്പര്യം, അതിന്റെ സ്രോതസ്, പാരമ്പര്യത്തിന്റെ സ്രോതസ് എവിടെയാണ്? ക്രിസ്തുവിന്റെ ജീവിതത്തിലും അവന്റെ വചനത്തിലുമാണ് എന്ന് ഞാൻ പറയും. മിശിഹാ രഹസ്യം അത് യേശുവിന്റെ ആ ജീവിതത്തിലൂടെ, ദൈവ വചനത്തിന്, ബൈബിളിലെ ദൈവവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അതിന്റെ പൊരുൾ മുഴുവൻ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ 4 സുവിശേഷങ്ങൾ വിലയിരുത്തി വായിക്കണം. പാവങ്ങളോട് വചനം പ്രഘോഷിക്കുന്നവൻ, രോഗികളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും നടന്ന് കണ്ട് സുഖപ്പെടുത്തി, ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുത്ത്, എല്ലാവരെയും നീതിയിലൂടെയും സ്നേഹത്തിലൂടെയും തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്ന ഒരു യേശുവിന്റെ പാരമ്പര്യമാണ് നമുക്കുള്ളത്. അവിടെ വിഭജനമില്ല, ഭിന്നതയില്ല, എല്ലാവരോടും പരസ്പരം സഹിച്ചു. ഇതാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ നടപടി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അപ്പസ്തോലന്മാരും ഓടി നടന്ന് സ്നേഹം പ്രഘോഷിച്ചു. അതിനവർക്ക് പ്രേരകമായിരുന്നത് പരിശുദ്ധാത്മാവായിരുന്നു. അവർക്കറിയാമായിരുന്നു പരിശുദ്ധാത്മാവിലൂടെ അവരുടെ ഹൃദയങ്ങളിലേക്ക് സ്നേഹം ചൊരിയപ്പെട്ടിരുന്നുവെന്ന്. അങ്ങനെ ആത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു സഭയായിരുന്നു. പാരമ്പര്യത്തിലൂടെ അല്ലായിരുന്നു നയിക്കപ്പെട്ടിരുന്നത്. പാരമ്പര്യങ്ങൾ പിന്നീടുണ്ടായതാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. അച്ഛൻ ഇവിടെ വായിക്കുന്ന വചനഭാഗം മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ പലപ്പോഴും പ്രൊട്ടസ്റ്റന്റുകാർ കത്തോലിക്ക സഭയുടെ പാരമ്പര്യങ്ങൾക്ക് എതിരായി ഉപയോഗിക്കുന്ന ഒരു വചനമാണ്. അവരിങ്ങനെ പറയാൻ കാരണം അവരുടെ ചിന്തയിൽ ഒരു പാരമ്പര്യവും സഭയിൽ ആവശ്യമില്ല, വചനം മാത്രം മതി എന്നുള്ള സോള സ്ക്രിപ്ചൂറ അല്ലെങ്കിൽ സ്ക്രിപ്ചർ അലോൺ, വചനം മാത്രം എന്നുള്ള ഒരു തെറ്റായ കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു ഐഡിയോളജിയാണ് പ്രൊട്ടസ്റ്റന്റ് സഭകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവർ ഈ വചനത്തെ വളച്ചൊടിച്ച് എല്ലാ പാരമ്പര്യങ്ങളും തെറ്റാണ്, ഒരു പാരമ്പര്യവും ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് അവർ ഈ വചനത്തെ വളച്ചൊടിച്ച് പറയുന്നത്. എന്നാൽ ഈ വചനം നമ്മൾ വായിച്ചാൽ കാണാം, ഈശോ സംസാരിക്കുന്നത് മാനുഷികമായ പാരമ്പര്യങ്ങൾക്ക് എതിരായിട്ടാണ്, അല്ലാതെ സഭയുടെ പാരമ്പര്യങ്ങൾക്ക് എതിരായിട്ടല്ല. ആദിമ സഭയുടെ കാലത്ത് ദൈവവചനം എഴുതപ്പെടുന്നതിന് മുൻപ് സഭയെ നയിച്ചിരുന്നത് പരിശുദ്ധ പാരമ്പര്യങ്ങളായിരുന്നു എന്നും പാരമ്പര്യങ്ങൾ അനിവാര്യമാണെന്നും അവയെ മുറുകെ പിടിക്കണമെന്നും ബൈബിളിൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. 2 തെസ്സലോനിക്ക 2:15 പറയുന്നു, അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവൻ. 2 തെസ്സലോനിക്ക 3:6 പറയുന്നു, അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിനിണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരരെ, കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. തുടർന്ന് 1 കൊറിന്തോസ് 11:2 പറയുന്നു, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എന്നെ അനുസ്മരിക്കുന്നതിനാലും ഞാൻ നൽകിയ പാരമ്പര്യം അതേപടി സംരക്ഷിക്കുന്നതിനാലും ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. ഈശോ ശ്ലീഹന്മാർക്ക് നൽകിയ പാരമ്പര്യം, ശ്ലീഹന്മാർ നമുക്ക് നൽകിയ പാരമ്പര്യം, അത് അതേപടി വെള്ളം ചേർക്കാതെയും കുറവുകൾ വരുത്താതെയും സംരക്ഷിക്കുക എന്നതാണ് സഭയുടെ ദൗത്യം. സഭയുടെ ഈ ദൗത്യം എങ്ങനെയാണ് സഭ മുൻപോട്ട് കൊണ്ടുപോയത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനം എന്ന് അർത്ഥമുള്ള ദൈ വെർബും എന്ന 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഔദ്യോഗിക രേഖ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. അതിനാൽ വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ഗ്രന്ഥവും തമ്മിൽ അടുത്ത ബന്ധവും ആശയവിനിമയവും നിലവിലുണ്ട്. അവ രണ്ടും ഒരേ ദിവ്യ ഉറവയിൽ നിന്ന് ഒഴുകുന്നു. ഒരു പ്രത്യേക വിധത്തിൽ ഒരു ഐക്യത്തിലേക്ക് ലയിക്കുകയും ഒരേ ലക്ഷ്യത്തിലേക്ക് ഒഴുകുകയും ചെയ്യുന്നു. എന്തെന്നാൽ വിശുദ്ധ ഗ്രന്ഥം ദൈവത്തിൻ്റെ വചനമാണ്. അത് ദൈവിക ആത്മാവിൻ്റെ പ്രചോദനത്തിൽ എഴുതാൻ അനുവദിച്ചിരിക്കുന്നു. അതേസമയം വിശുദ്ധ പാരമ്പര്യം കർത്താവായ ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഭരമേൽപ്പിച്ച ദൈവവചനം അപ്പസ്തോലന്മാർക്ക് കൈമാറുകയും അവർ അത് അതിൻ്റെ പരിപൂർണ വിശുദ്ധിയോടെ അവരുടെ പിൻഗാമികൾക്ക് കൈമാറുകയും ചെയ്യുന്നു. സത്യത്തിൻ്റെ ആത്മാവിൻ്റെ വെളിച്ചത്താൽ നയിക്കപ്പെട്ടുകൊണ്ട് അവർ അത് പ്രഘോഷിക്കുക വഴി ഈ ദൈവവചനം വിശ്വസ്തയോടെ കാത്തുസൂക്ഷിക്കുകയും വിശദീകരിക്കുകയും കൂടുതൽ പ്രസിദ്ധമാക്കുകയും ചെയ്യുന്നു. തത്ഫലമായി വെളിപ്പെടുത്തപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സഭ അവളുടെ ഉറപ്പ് എടുക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് മാത്രമല്ല. അതിനാൽ വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ഗ്രന്ഥവും
ഒരേ വിശ്വസ്തയോടും ബഹുമാനത്തോടും കൂടി അംഗീകരിക്കപ്പെടുകയും വന്ദിക്കപ്പെടുകയും വേണം. ഇതിൽ നിന്ന് വ്യക്തമാണ് വിശുദ്ധ ഗ്രന്ഥത്തിനും വിശുദ്ധ പാരമ്പര്യത്തിനും തുല്യ പ്രാധാന്യമാണ് സഭ നൽകുന്നത്. ഈശോ ശ്ലീഹന്മാർക്ക് പകർന്നു കൊടുത്ത പാരമ്പര്യം ശ്ലീഹന്മാർ അതുപോലെ തന്നെ നമുക്കും പകർന്നു തന്നിട്ടുണ്ട്. ഈ പാരമ്പര്യങ്ങളെയാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത്. അത് മാനുഷിക പാരമ്പര്യങ്ങളല്ല, ദൈവം നമുക്ക് പകർന്നു തന്ന പാരമ്പര്യങ്ങളാണ്. 16-ാം നൂറ്റാണ്ടിലെ ട്രെൻഡ് സൂനോദോസ് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: സുവിശേഷങ്ങളുടെ സത്യവും ശിക്ഷണവും ലിഖിത ഗ്രന്ഥങ്ങളിലും അപ്പസ്തോലന്മാർക്ക് ക്രിസ്തുവിൽ നിന്ന് വാമൊഴിയായോ അല്ലെങ്കിൽ അപ്പസ്തോലന്മാരിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചതോ ആയ പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്ന അലിഖിത പാരമ്പര്യങ്ങളും നമ്മിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു, കയ്യിൽ നിന്ന് കൈകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ദിസ് ട്രൂത്ത് ആൻഡ് ഡിസിപ്ലിൻ ഓഫ് ദ ഗോസ്പൽസ് are contained in the written books and the unwritten traditions which received by the apostles from the mouth of Christ himself or from the apostles themselves, the Holy Ghost dictating, have come down even unto us, transmitted as it were from hand to hand. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൽ 76-ാമത്തെ ഖണ്ഡികയിൽ സുവിശേഷം 2 രീതിയിലാണ് നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഇൻ കീപ്പിംഗ് വിത്ത് ദ ലോർഡ്സ് കമാൻഡ്, ദ ഗോസ്പൽ വാസ് ഹാൻഡഡ് ഓൺ ഇൻ 2 ways: orally by the apostles who handed on by the spoken word of their preaching. രണ്ടാമതായി in writing by those apostles and other men associated with the apostles who under the inspiration of the same Holy Spirit committed the message of salvation to writing. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് സുവിശേഷ പ്രഘോഷണം 2 തരത്തിൽ നിർവഹിക്കപ്പെടുന്നു. ഒന്നാമതായി വാചിക രൂപത്തിൽ അപ്പസ്തോലന്മാർ തങ്ങളുടെ മാതൃക വഴിയും അവർ സ്ഥാപിച്ച സംവിധാനങ്ങൾ വഴിയും വാചികമായി സുവിശേഷം പകർന്നുകൊടുത്തു. രണ്ടാമതായി ലിഖിത രൂപത്തിൽ അപ്പസ്തോലന്മാരും അവരോട് ബന്ധപ്പെട്ട മറ്റ് വ്യക്തികളും ഒരേ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിന് കീഴിൽ രക്ഷയുടെ സന്ദേശം എഴുതി അറിയിച്ചു. ആത്മാവിനാലാണ് സഭ നയിക്കപ്പെട്ടത്, പാരമ്പര്യങ്ങളാലല്ല. പാരമ്പര്യങ്ങളൊക്കെ പിന്നീട് വന്നതാണ് എന്ന് അച്ഛൻ പറയുന്നത് നമ്മൾ കുറച്ചു മുൻപ് കേട്ടായിരുന്നു. നമുക്കത് ഒന്നുകൂടെ കേൾക്കാം. അവർക്കറിയാമായിരുന്നു പരിശുദ്ധാത്മാവിലൂടെ അവരുടെ ഹൃദയങ്ങളിലേക്ക് സ്നേഹം ചൊരിയപ്പെട്ടിരുന്നുവെന്ന്. അങ്ങനെ ആത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു സഭയായിരുന്നു. പാരമ്പര്യത്തിലൂടെ അല്ലായിരുന്നു നയിക്കപ്പെട്ടിരുന്നത്. പാരമ്പര്യങ്ങൾ പിന്നീടുണ്ടായതാണ് എന്ന് നമുക്കറിയാൻ സാധിക്കും. അച്ഛൻ പറയുന്നു പാരമ്പര്യങ്ങൾ പിന്നീടുണ്ടായതാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും എന്ന്. എന്നാൽ ചരിത്രപരമായി നമ്മൾ നോക്കുമ്പോൾ പുതിയ നിയമം എഴുതപ്പെടുന്നതിന് മുൻപ് തന്നെ ശ്ലീഹന്മാർ പകർന്നു തന്ന പാരമ്പര്യങ്ങളിലാണ് സഭ നിലനിന്നിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ബൈബിളിൽ തന്നെ കാണാൻ സാധിക്കും. കുറച്ചു മുൻപ് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗങ്ങൾ 2 തെസ്സലോനിക്ക 2:15, 2 തെസ്സലോനിക്ക 3:6, 1 കൊറിന്തോസ് 11:2 എന്നീ വചനഭാഗങ്ങൾ തന്നെ തെളിവാണ്. ശ്ലീഹന്മാരിൽ നിന്ന് നമുക്ക് കിട്ടിയ വിശുദ്ധ പാരമ്പര്യങ്ങൾ മാത്രമായിരുന്നു ആദിമസഭയെ നയിച്ചിരുന്നത്. പുതിയ നിയമം ക്രോഡീകരിക്കപ്പെടുന്നത് വരെയുള്ള 4-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന സഭയെ നയിച്ചിരുന്നത് ആത്മാവിനാൽ പ്രചോദിതമായ പരിശുദ്ധ പാരമ്പര്യങ്ങൾ ആയിരുന്നു. കാത്തലിക് എൻസൈക്ലോപീഡിയയിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: സഭയുടെ തുടക്കം മുതൽ, അതായത് അപ്പസ്തോലിക കാലം മുതൽ പുതിയ നിയമത്തിൻ്റെ സമ്പൂർണവും വ്യക്തവുമായ കാനോനകൾ ഉണ്ടായിരുന്നു എന്ന ആശയത്തിന് ചരിത്രത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഔദ്യോഗിക പഠനമായ ദെയ് വെർബം എന്ന രേഖ ഇപ്രകാരം പഠിപ്പിക്കുന്നു: The words of the Holy Fathers witness to the presence of this living tradition. വിശുദ്ധ സഭാപിതാക്കന്മാരുടെ വാക്കുകൾ ഈ ജീവിക്കുന്ന പാരമ്പര്യത്തിൻ്റെ സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു. Whose wealth is poured into the practice and life of the believing and praying church. അവരുടെ സമ്പത്ത് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സഭയുടെ പ്രവർത്തനത്തിലേക്കും ജീവിതത്തിലേക്കും പകരുന്നു. Through the same tradition, the church's full canon of the sacred books is known. അതേ പാരമ്പര്യത്തിലൂടെ സഭയുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പൂർണ്ണമായ കാനോൻ അറിയപ്പെടുന്നു. കാനോൻ എന്ന് പറയുന്നത് ബൈബിളിൽ ചേർക്കേണ്ട പുസ്തകങ്ങളുടെ ലിസ്റ്റ്. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ബൈബിൾ ക്രോഡീകരിക്കപ്പെട്ടത് സഭാപിതാക്കന്മാരുടെ കൈമാറി വന്ന ജീവിക്കുന്ന പാരമ്പര്യത്തിലൂടെയാണ്. ബൈബിൾ ക്രോഡീകരിക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള ചരിത്രപരമായ സത്യവും കാത്തലിക് എൻസൈക്ലോപീഡിയയിൽ പറയുന്നുണ്ട്. ഹിപ്പോയിലെ സൂനോദോസും
കാർത്തേജിലെ 3 സൂനോദോസുകളും വിശുദ്ധ ഗ്രന്ഥങ്ങളിലൊന്നും ഒഴിവാക്കപ്പെടാത്ത സമാന പുസ്തകങ്ങളുടെ ലിസ്റ്റുകൾ തയ്യാറാക്കി. ഈ കൗൺസിലുകൾ തീരുമാനിച്ച കാനോനുകൾ പാരമ്പര്യത്തിലും ആരാധനക്രമത്തിലും ഉപയോഗത്തിലുണ്ടായിരുന്ന കാനോനുകൾ അടിസ്ഥാനമാക്കിയുള്ളവയായിരുന്നു. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിൾ പോലും ക്രോഡീകരിക്കപ്പെടുന്നത് 1-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന സഭ പിന്തുടർന്നിരുന്ന എല്ലാ പാരമ്പര്യങ്ങളിലും എല്ലാ ആരാധനാക്രമങ്ങളിലും ഉണ്ടായിരുന്ന ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയാണ് എന്ന്. ഈയിടെ ഒരു പണ്ഡിതനായ വൈദികന് ഒരു വചനം ഞാൻ കേട്ടു. അതായത് കത്തോലിക്ക സഭയിൽ 24 സ്വയം ഭരണ സഭകളുടെ കൂട്ടായ്മയുണ്ട്, അതാണ് കത്തോലിക്ക സഭ എന്ന്. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതിലൂടെ നമുക്ക് ഒന്ന് നോക്കിയാൽ 24 കൂട്ടായ്മകളിൽ ഒന്ന് നമുക്കറിയാം പാശ്ചാത്യ സഭ, ലത്തീൻ സഭ. ബാക്കി 23 സഭകളും ഒരു കാലത്ത് ശീഷ്മയിലൂടെ പോയതിനു ശേഷം വീണ്ടും സഭയോട് കൂട്ടിച്ചേർക്കപ്പെട്ടവർ ആണ് എന്ന്. ഞാൻ ആരെയും താഴ്ത്തിക്കെട്ടാനോ മാറ്റി നിർത്താനോ വേദനിപ്പിക്കാനോ പറയുകയല്ല, ചരിത്ര സത്യം പറയുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ 24 സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ. ഒരു പാശ്ചാത്യ സഭയും 23 പൗരസ്ത്യ സഭകളും. സഭയുടെ ചരിത്രം, പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ട് മുതൽ 4-ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രം നമ്മൾ നോക്കിയാൽ എല്ലാ പാരമ്പര്യങ്ങളെയും, അതായത് സുറിയാനി, അലക്സാൻഡ്രിയൻ, ഗ്രീക്ക്, ലത്തീൻ എന്നീ എല്ലാ പാരമ്പര്യങ്ങളും ഒരുമിച്ച് ഒരു സഭയായി ഐക്യപ്പെട്ട് നിന്നിരുന്ന ഒരു കാലഘട്ടമാണ് ഈ ആദ്യ 4 നൂറ്റാണ്ടുകൾ. എന്നാൽ 4-ാം നൂറ്റാണ്ടിന് ശേഷം 5-ാം നൂറ്റാണ്ട് മുതൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലും തെറ്റിദ്ധാരണകളുടെ പേരിലും ഒന്നായിരുന്ന സഭ പല സഭകളായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ സീസ്മ എന്ന് പറയുന്നത്. സീസ്മ എന്നത് പാഷണ്ഡതയല്ല. സീസ്മ, സ്കിസം എന്നത് സ്പ്ലിറ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഭിന്നിപ്പ് ഉണ്ടാവുക, 2 സഭകളായി മാറുക എന്നതാണ്. പാഷണ്ഡത, ഹെറസി എന്നത് തെറ്റായ വിശ്വാസം പഠിപ്പിക്കുക എന്നതാണ്. കത്തോലിക്ക സഭയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ 23 പൗരസ്ത്യ കത്തോലിക്ക സഭകളിൽ ഒരു സഭ ഒരിക്കലും സീസ്മയിൽ പെട്ട് പോയിട്ടില്ല. ആ ഒരു സഭയാണ് മാരോനൈറ്റ് കത്തോലിക്ക സഭ. അത് സുറിയാനി പാരമ്പര്യം പിന്തുടരുന്ന ഒരു സഭയാണ്. ആ സഭ അറിയപ്പെടുന്നത് മാർ മാറോൻ എന്ന വിശുദ്ധന്റെ പേരിലാണ്. ആ സഭയിൽ നിന്നാണ് ലെബനോനിലെ മാർ ഷാർബൽ എന്ന മഹാവിശുദ്ധൻ വരുന്നത്. ഇനിയും അദ്ദേഹം പറയുകയായിരുന്നു, ഈ കൂട്ടായ്മകളുടെ വ്യക്തി താല്പര്യങ്ങൾ എപ്പോഴും പരിരക്ഷിക്കണം, എങ്കിലേ ഇവയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്ന് സത്യം അറിയാൻ എങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ വ്യക്തിസഭകളുടെ സുരക്ഷിതമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ സഭ നിലകൊള്ളേണ്ടത്? അതോ കർത്താവിന്റെ, അതായത് കാലിൽ കഴുകി ദിവ്യകാരുണ്യം സ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം സഹിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സ്നേഹത്തിലൂടെ ലോകം അറിയട്ടെ നിങ്ങൾ ശിഷ്യരാണെന്ന് ഈ മൂല്യ പഠനം കാത്തു സംരക്ഷിക്കല്ലേ ആദ്യം ചെയ്യേണ്ടത്? അത് കഴിഞ്ഞിട്ടല്ലേ ഈ ബാക്കി പാരമ്പര്യങ്ങളൊക്കെ? സഭയുടെ മുഖ്യ ദൗത്യം എന്നത് ഈശോയെയും അവന്റെ സ്നേഹവും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ്. അപ്പോൾ അതിനല്ലേ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമായ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിന്റെ 1202 ഖണ്ഡിക, പാരഗ്രാഫ് 1202. The diverse liturgical traditions have arisen by very reason of the Church's mission. വ്യത്യസ്തങ്ങളായ ആരാധനാ പാരമ്പര്യങ്ങൾ ഉടലെടുത്തത് സഭയുടെ ദൗത്യം മൂലം തന്നെയാണ്. പാരമ്പര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സഭയുടെ ഈ ദൗത്യമല്ല പ്രധാനം, സഭയുടെ ദൗത്യത്തെക്കുറിച്ച് പറയുമ്പോൾ പാരമ്പര്യങ്ങളല്ല പ്രധാനം എന്ന ഒരു ചോദ്യമില്ല. ഒന്ന് മറ്റൊന്നിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നു. സഭയുടെ ഈ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിനാണ് പാരമ്പര്യങ്ങൾ ഉണ്ടായത്. പാരമ്പര്യമില്ലാതെ സഭയുടെ ഈ ദൗത്യം പ്രാവർത്തികമാകുന്നില്ല. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതേ ഖണ്ഡികയിൽ പറയുന്നു, ത്രൂ ദ ലിറ്റർജിക്കൽ ലൈഫ് ഓഫ് എ ലോക്കൽ ചർച്ച്, ക്രൈസ്റ്റ് ദ ലൈറ്റ് ആൻഡ് സാൽവേഷൻ ഓഫ് ഓൾ പീപ്പിൾസ് is made manifest to the particular people and culture to which that church is sent and in which she is rooted. ഒരു പ്രാദേശിക സഭയുടെ ആരാധനാ ജീവിതത്തിൽ സകല ജനതകളുടെയും പ്രകാശവും രക്ഷയുമായ ക്രിസ്തു ആ പ്രത്യേക ജനതയ്ക്കും സംസ്കാരത്തിനും വെളിവാക്കപ്പെടുന്നു. ആ ജനത്തിലേക്കും സംസ്കാരത്തിലേക്കുമാണല്ലോ ആ സഭ ഐക്യപ്പെട്ടതും വേരുറച്ചതും. അതിനാൽ പ്രാദേശികമായ ആരാധനാ പാരമ്പര്യങ്ങളിലൂടെയാണ് രക്ഷയായ ക്രിസ്തുവിനെ ജനതകളിലേക്ക് സഭ എത്തിച്ചിരുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ക്രൈസ്തവ ജീവിതത്തിന്റെ പാരമ്പര്യത്തിന് പോകാൻ നമ്മൾ ബൈബിൾ മറിക്കണം, ക്രിസ്തുവിന്റെ ജീവിതത്തെ നോക്കണം, ശിഷ്യന്മാരുടെയും ആദിമസഭയിലെ ജനങ്ങളുടെയും ജീവിതത്തെയാണ് നോക്കേണ്ടത്. ഇനിയും നമ്മൾ പറയുന്നുണ്ട്, അലക്സാൻഡ്രിയൻ, അന്ത്യോക്യൻ, അർമേനിയൻ, ബൈസന്റൈൻ, കൽദായ, മെസപ്പൊട്ടോമിയൻ പാരമ്പര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്കറിയാം. ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് പറഞ്ഞത്. ആ പാരമ്പര്യം എന്താണ്? യേശുവിന്റെ പാരമ്പര്യം. ബൈബിൾ നമ്മൾ മറിച്ചു നോക്കുമ്പോൾ
ഈശോയുടെയും അവൻ്റെ ശിഷ്യന്മാരുടെയും പാരമ്പര്യം യഹൂദ പാരമ്പര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദിമ ക്രൈസ്തവരും യഹൂദരായിരുന്നു. അവരിൽ നിന്നാണ് വിജാതിയർ വിശ്വാസം സ്വീകരിച്ചത്. എല്ലാ സഭകളുടെയും പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനം യഹൂദ പാരമ്പര്യമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1200 ഖണ്ഡിക, ഫ്രം ദ ഫസ്റ്റ് കമ്മ്യൂണിറ്റി ഓഫ് ജെറൂസലം until the Parousia. It is the same Paschal mystery that the churches of God, faithful to the apostolic faith, celebrate in every place. The mystery celebrated in the liturgy is one, but the forms of its celebration are diverse. ജെറൂസലേമിലെ പ്രഥമ സമൂഹം മുതൽ ക്രിസ്തുവിൻ്റെ ദ്വിതീയാഗമനം വരെ ഒരേ പെസഹ രഹസ്യമാണ് സഭ അപ്പസ്തോലിക വിശ്വാസത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ഓരോ സ്ഥലത്തും ആഘോഷിക്കുന്നത്. ആരാധനയിൽ ആഘോഷിക്കപ്പെടുന്ന രഹസ്യം ഒന്നു തന്നെയാണ്, എന്നാൽ അതിൻ്റെ ആഘോഷ രൂപങ്ങൾ വിവിധങ്ങളാണ്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ എന്റെ സഭയെ ഞാൻ പണിയുന്നു. മത്തായി 16:18 പറഞ്ഞ നമുക്കറിയാം. ആ സഭ ഇന്ന് അതായത് പാശ്ചാത്യ റോമൻ ലത്തീൻ സഭയാണ്. അതിൽ നിന്നാണ് ഈ മറ്റുള്ള പാരമ്പര്യമൊക്കെ ഉണ്ടായത്. ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്നു, റോമൻ ലാറ്റിൻ സഭയിൽ നിന്നാണ് മറ്റുള്ള പാരമ്പര്യങ്ങളെല്ലാം ഉണ്ടായത് എന്ന്. എന്നാൽ നമ്മൾ തൊട്ടുമുമ്പ് കണ്ടു, സഭ തുടങ്ങിയത് ജെറുസലേമിലാണ്, റോമിലല്ല. സഭയുടെ പാരമ്പര്യം യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണ്, അല്ലാതെ റോമൻ ലത്തീൻ പാരമ്പര്യത്തിൽ നിന്നല്ല. ചരിത്രപരമായി നമുക്ക് കാണാൻ സാധിക്കും, ആദ്യ 3 നൂറ്റാണ്ടുകളിൽ റോമൻ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക ഭാഷയും ആരാധനക്രമ ഭാഷയും ഗ്രീക്ക് ഭാഷയായിരുന്നു, ലത്തീൻ ഭാഷ അല്ലായിരുന്നു. 3-ാം നൂറ്റാണ്ട് മുതലാണ് ലത്തീൻ ഭാഷ പതിയെ ഔദ്യോഗിക ഭാഷയായി റോമൻ കത്തോലിക്ക സഭയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ലത്തീൻ ഭാഷ അംഗീകരിക്കപ്പെട്ടതിന് ശേഷമാണ് റോമൻ കത്തോലിക്ക സഭ ലത്തീൻ സഭ എന്നും അറിയപ്പെടുവാൻ തുടങ്ങിയത്. കാത്തലിക് എൻസൈക്ലോപീഡിയയിൽ ഇങ്ങനെയാണ് പറയുന്നത്: Until the middle of the 3rd century, the Christian community at Rome was in the main a Greek-speaking one. The liturgy was celebrated in Greek. 3-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ റോമിലെ ക്രിസ്ത്യൻ സമൂഹം പ്രധാനമായും ഗ്രീക്ക് സംസാരിക്കുന്ന ഒന്നായിരുന്നു. ഗ്രീക്ക് ഭാഷയിലാണ് ആരാധനാക്രമം ആഘോഷിച്ചിരുന്നത്. ഇന്നും റോമൻ കത്തോലിക്ക ലത്തീൻ സഭയിലെ കുർബാനയിൽ ചൊല്ലുന്ന കിറിയെ ലെയ്സോൻ, ക്രിസ്തയെ ലെയ്സോൻ എന്ന പ്രാർത്ഥനകൾ ലത്തീൻ ഭാഷയല്ല, അവ ഗ്രീക്ക് ഭാഷയാണ്. എന്ന് കരുതി റോമൻ കത്തോലിക്ക ലത്തീൻ സഭയുടെ പാരമ്പര്യം ഗ്രീക്ക് പാരമ്പര്യത്തിൽ നിന്നാണ് വന്നത് എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. മാത്രമല്ല, ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, 6-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഗ്രിഗറി 1 മാർപ്പാപ്പയാണ് റോമൻ കത്തോലിക്ക സഭയുടെ ലത്തീൻ ആരാധനക്രമം ഔദ്യോഗികമായി ക്രോഡീകരിക്കുന്നത്. എന്നാൽ ഇതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ തോമാസ് ലീഹായുടെ ശിഷ്യന്മാരായിരുന്ന മാർ അദ്ദായി മാർ മാറി ശ്രീഹന്മാരുടെ കൂദാശക്രമം ക്രോഡീകരിക്കപ്പെടുകയും അത് പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഈശോ കുർബാന സ്ഥാപിച്ചത് യഹൂദരുടെ പെസഹ ആചരണ വേളയിലാണ്. യഹൂദരുടെ പെസഹ ആചരണത്തിലെ ബറാക്ക പ്രാർത്ഥനകളിലെ, അതായത് ബെനഡിക്ഷൻ അനുഗ്രഹ പ്രാർത്ഥനകളിലെ ബീർക്കാത്ത് ഹമസോൺ എന്ന പ്രാർത്ഥനയിലൂടെയാണ് ഈശോ കുർബാന സ്ഥാപിച്ചത്. ഇതേ ബീർക്കാത്ത് ഹമസോൺ പ്രാർത്ഥനയിൽ നിന്നാണ് മാർ അദ്ദായി മാർ മാറി ശ്രീഹന്മാരുടെ കൂദാശക്രമം ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭയിലെ ഏറ്റവും പുരാതനമായ കൂദാശക്രമവും പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലെ മാർ അദ്ദായി മാർ മാറി ശ്രീഹന്മാരുടെ കൂദാശക്രമമാണ്. ബഹുമാനപ്പെട്ട തോമസ് മണ്ണൂരാമ്പറമ്പിൽ അച്ഛൻ്റെ ഹിസ്റ്ററി ഓഫ് ദ സീറോ മലബാർ കുർബാന എന്ന പുസ്തകത്തിൽ ഇവ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചരിത്രകാരന്മാർ ഈ കൂദാശക്രമത്തെ ജമ്മ ഓറിയന്താലെ അഥവാ പൗരസ്ത്യ രത്നം, ഓറിയന്റൽ ജെം എന്ന് വിളിക്കുന്നത്. സെസറെ ഗ്രൗദോ എന്ന ചരിത്രകാരൻ ഈ ആരാധനക്രമത്തെ വിശേഷിപ്പിക്കുന്നത് ജമ്മ ഓറിയന്താലെ ദെ ല റെക്സ് ഒറാന്തി, ഓറിയന്റൽ ജെം ഓഫ് ദ ലോ ഓഫ് പ്രെയർ, പ്രാർത്ഥനാ നിയമത്തിലെ പൗരസ്ത്യ രത്നം. അപ്പോൾ ഇവയിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റോമൻ കത്തോലിക്ക ലത്തീൻ സഭയുടെ പാരമ്പര്യത്തിൽ നിന്നല്ല മറ്റ് പൗരസ്ത്യ പാരമ്പര്യങ്ങൾ ഉണ്ടായത്. അതായത് പാശ്ചാത്യ റോമൻ ലത്തീൻ സഭയാണ്. അതിൽ നിന്നാണ് ഈ മറ്റുള്ള പാരമ്പര്യമൊക്കെ ഉണ്ടായത്. അഥവാ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ ആ പാരമ്പര്യമാണ് യഥാർത്ഥമായിട്ടുള്ളത്. നമുക്കറിയാൻ സാധിക്കും, ഒറിജിനൽ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ആ ലത്തീൻ സഭയാണ്, റോമൻ ലത്തീൻ സഭ. പാശ്ചാത്യം എന്ന് നമ്മൾ പറയും. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വീക്ഷണം നമ്മൾ കേട്ടു. ഇനി കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഓറിയന്റാലിയും എക്ലീസിയാറും എന്ന പൗരസ്ത്യ സഭകൾക്കുള്ള ഉത്തരവിൽ
ഇപ്രകാരമാണ് പറയുന്നത്: All members of the Eastern Rite should know and be convinced that they can and should always preserve their legitimate liturgical right and their established way of life, and that these may not be altered except to obtain for themselves an organic improvement. All these then must be observed by the members of the Eastern rites themselves. Besides, they should attain to an ever greater knowledge and a more exact use of them, and if in their regard they have fallen short owing to contingencies of times and persons, they should take steps to return to their ancestral traditions. നിയമാനുസൃതമായ ആരാധനക്രമങ്ങളും ശിക്ഷണങ്ങളും സംരക്ഷിക്കണമെന്നും എല്ലാ പൗരസ്ത്യ സഭകളും സുനിശ്ചിതമായി അറിഞ്ഞിരിക്കട്ടെ. ജീവാത്മകമായ വളർച്ചയ്ക്കു വേണ്ടി മാത്രമല്ലാതെ യാതൊരു മാറ്റവും അവയിൽ വരുത്താവുന്നതല്ല. അതിനാൽ ഏറ്റവും വിശ്വസ്തയോടെ ഇവയെല്ലാം പൗരസ്ത്യർ തന്നെ അനുസരിക്കണം. മുമ്പത്തേക്കാൾ കൂടുതലായി ഇവ പഠിക്കുകയും പൂർണ്ണമായി ആചരിക്കുകയും വേണം. കാലത്തിൻ്റെയോ വ്യക്തിയുടെയോ സാഹചര്യങ്ങൾക്ക് അടിപ്പെട്ട് തങ്ങൾക്ക് ചേരാത്ത വിധത്തിൽ ഇവയിൽ നിന്നും വ്യതിചലിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൗരാണിക പാരമ്പര്യത്തിലേക്ക് തിരിയുവാൻ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. 1959 റോമിൽ നിന്ന് സീറോ മലബാർ സഭയുടെ കൽദായ സുറിയാനി പാരമ്പര്യം എങ്ങനെ വീണ്ടെടുക്കണം എന്ന് വ്യക്തമാക്കുന്ന ഓർദോ സെലിബ്രേഷ്യോണിസ് എന്ന രേഖയും മറ്റ് അനവധി നിർദ്ദേശങ്ങളും സീറോ മലബാർ സഭയ്ക്ക് നൽകപ്പെട്ടിരുന്നു. ഈ രേഖകളെല്ലാം റോമൻ ഡോക്യുമെന്റ്സ് ഓൺ ദ സീറോ മലബാർ ലിറ്റർജി എന്ന പുസ്തകത്തിൽ ഒരുമിച്ച് ക്രോഡീകരിച്ചിട്ടുണ്ട്. CCC 1200 സഭ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: The mystery celebrated in the liturgy is one, but the forms of its celebration are diverse. ആരാധനയിൽ ആഘോഷിക്കപ്പെടുന്ന രഹസ്യം ഒന്നു തന്നെയാണ്, എന്നാൽ അതിൻ്റെ ആഘോഷരൂപങ്ങൾ വിവിധങ്ങളാണ്. CCC 1201 പറയുന്നു: The mystery of Christ is so unfathomably rich that it cannot be exhausted by its expression in any single liturgical tradition. ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധനാ പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. തുടർന്ന് 1203 ഖണ്ഡികയിൽ ഇങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത്: The liturgical traditions or rites presently in use in the church are the Latin and the Byzantine, Alexandrian or Coptic, Syriac, Armenian, Maronite and Chaldean rites. In faithful obedience to tradition, the Sacred Council declares that Holy Mother Church holds all lawfully recognized rites to be of equal right and dignity, and that she wishes to preserve them in the future and to foster them in every way. ഇന്ന് സഭയിൽ ഉപയോഗിച്ചു വരുന്ന ആരാധനാ പാരമ്പര്യങ്ങൾ അഥവാ റീത്തുകൾ ലത്തീൻ, ബൈസന്റൈൻ, അലക്സാൻഡ്രിയൻ അഥവാ കോപ്റ്റിക്, സിറിയൻ, അർമേനിയൻ, മാറോനീത്ത, കൽദായ എന്നിവയാണ്. നിയമപരമായി അംഗീകൃതമായ എല്ലാ റീത്തുകൾക്കും പരിശുദ്ധ സഭാമാതാവ് തുല്യ അവകാശവും ശ്രേഷ്ഠതയുമാണ് കൽപ്പിക്കുന്നതെന്നും ഭാവിയിൽ അവയെ സംരക്ഷിച്ച് സർവ്വവിധത്തിലും പരിപോഷിപ്പിക്കുവാൻ അവൾ ആഗ്രഹിക്കുന്നുവെന്നും പാരമ്പര്യത്തോടുള്ള വിശ്വസ്തമായ അനുസരണത്തിൽ ഈ വിശുദ്ധ സൂനോദോസ് പ്രഖ്യാപിക്കുന്നു. ഒന്നാം വത്തിക്കാൻ കൗൺസിൽ രേഖയായ പാസ്റ്റർ എത്തേർണൂസിൽ റോമൻ സഭയ്ക്ക് മറ്റ് സഭകളുടെ മുകളിലായി സുപ്രീം അതോറിറ്റി, അതായത് പരമോന്നതമായ അധികാരമുണ്ടെന്ന് പഠിപ്പിക്കുന്നു. എന്നാൽ ഒന്നാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഈ ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ തുറന്ന ചിന്താഗതിയിലേക്ക് മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പൗരസ്ത്യ സഭകൾക്കുള്ള ഉത്തരവിൽ പഠിപ്പിക്കുന്നത്: ദീസ് ഇൻഡിവിജ്വൽ ചർച്ചസ് വെദർ ഓഫ് ദ ഈസ്റ്റ് ഓർ ദ വെസ്റ്റ്, ഈ വ്യക്തിഗത സഭകൾ അത് പൗരസ്ത്യമാവട്ടെ പാശ്ചാത്യമാവട്ടെ, ഓൾദോ ദേ ഡിഫർ സംവാട്ട് അമംഗ് ദംസെൽവ്സ് ഇൻ റൈറ്റ്, റീത്തിൽ അവ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും ദേ ആർ കോൺസിക്വൻ്റ്ലി ഓഫ് ഈക്വൽ ഡിഗ്നിറ്റി, അവയ്ക്ക് തുല്യ അന്തസ്സാണുള്ളത്. So that none of them is superior to the others as regards right, and they enjoy the same rights and are under the same obligations. എന്തെന്നാൽ ഇവയിലൊന്നും മറ്റൊന്നിനേക്കാൾ മുകളിൽ, അതായത് സുപ്പീരിയർ, ശ്രേഷ്ഠമാവാതെ ഇവയ്ക്കെല്ലാം തുല്യ പ്രാധാന്യവും തുല്യ അവകാശവും നൽകുന്നുവെന്ന് CCC 835 സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നു: The rich variety of ecclesiastical disciplines, liturgical rites and theological and spiritual heritages proper to the local churches
unified in a common effort, shows all the more resplendently the Catholicity of the undivided church. പ്രാദേശിക സഭകൾക്കുള്ള സഭാപരമായ ഭരണ നടപടികളുടെയും ആരാധനാക്രമപരമായ അനുഷ്ഠാനങ്ങളുടെയും ദൈവശാസ്ത്രപരവും ആധ്യാത്മികവുമായ പൈതൃകത്തിൻ്റെയും സമ്പന്നമായ വൈവിധ്യം ഒന്നായി സമന്വയിക്കപ്പെടുമ്പോൾ അത് അവിഭജിത സഭയുടെ കാതോലികത്വം ഏറ്റവും തിളക്കത്തോടെ പ്രദർശിപ്പിക്കുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനം ഓറിയന്റാലെ ലൂമൻ പൗരസ്ത്യ വെളിച്ചം എന്ന രേഖയിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു: We believe that the venerable and ancient tradition of the Eastern churches is an integral part of the heritage of Christ's Church. പൗരസ്ത്യ സഭകളുടെ ആദരണീയവും പുരാതനവുമായ പാരമ്പര്യം ക്രിസ്തുവിൻ്റെ സഭയുടെ പൈതൃകത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ പഠനങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ് കത്തോലിക്കാ സഭയുടെ കാതോലികത എല്ലാ റീത്തുകളെയും ഒരുമിച്ച് ചേർക്കുമ്പോഴാണ്. ഏതെങ്കിലും ഒരു റീത്തിലേക്ക് ചുരുങ്ങിയാൽ കത്തോലിക്കാ സഭയുടെ കാതോലികത അവിടെ നഷ്ടമാവും. അതുകൊണ്ടാണ് പിയൂസ് 11 മാർപ്പാപ്പ ഇങ്ങനെ പറയുന്നത്: The Holy See does not want to Latinize but to Catholicize. ലത്തീനീകരണമല്ല, കാതോലികവൽക്കരണമാണ് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ആഗ്രഹം. ഒറിജിനൽ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് റോമൻ ലത്തീൻ സഭയല്ല, 24 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയായ കത്തോലിക്ക സഭയാണ് യഥാർത്ഥ കത്തോലിക്ക സഭ. ഈ പൗരസ്ത്യ സഭകളെന്നും അല്ലെങ്കിൽ വ്യത്യസ്ത ഭരണകൂടങ്ങളുള്ള 23 വ്യക്തിസഭകൾ എന്ന് പറയുന്നതൊക്കെ പിന്നീട് ഭിന്നതയുടെ പേരിൽ, കലഹത്തിന്റെ പേരിൽ, ശീഷ്മയുടെ പേരിൽ ഉണ്ടായവ ആണ്. ഇനി അതിനുശേഷം അമ്മയായ സഭ അവരെല്ലാം അവരുടെ വണക്ക രീതികളോടുകൂടി ആരാധനാക്രമത്തോടുകൂടി വരാനായിട്ട് സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ഇനി അതിന്റെ ഒരു പരിണതഫലം കൂടിയാണ് ഇന്നത്തെ ഭിന്നിപ്പും വഴക്കുമെന്ന് നമുക്ക് അറിയാം. എല്ലാ പാരമ്പര്യങ്ങളെയും ചേർത്ത് പിടിക്കണം എന്ന കത്തോലിക്ക സഭയുടെ തുറവി അഥവാ സഭയുടെ ആ ഒരു മെന്റാലിറ്റി കാരണമല്ല ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. മറിച്ച് സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളെ അംഗീകരിക്കാനും അനുസരിക്കുവാനുമുള്ള വൈമുഖ്യം ആണ് ഇന്ന് സഭയിൽ നേരിടുന്ന പ്രശ്നങ്ങളുടെ ഒരു പ്രധാന കാരണം. 1 പത്രോസ് അധ്യായം 2-4 മുതൽ വചനങ്ങൾ: അതിനാൽ സജീവ ശിലയായ അവനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തെരഞ്ഞെടുത്തതുമായ അമൂല്യ ശിലയാണ് അവൻ എന്ന് പറഞ്ഞാൽ യേശു. നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. ഹല്ലേലൂയ. മറക്കരുത്, നമ്മുടെ സഭ എന്ന് പറയുമ്പോൾ 2 തരം: ഒരു ഭൗമിക തലം, ഒരു ആത്മീയ തലം. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ, സ്ഥാപനപരമായത്. മറ്റേത് കരിസ്മാറ്റിക് എന്ന് പറയും, ആത്മീയപരമായ പരിശുദ്ധാത്മാവിന്റെ അംശം ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഭാഗം. അപ്പോൾ സഭയ്ക്ക് ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ആത്മാവിൽ ജനിച്ചവർ, ഒന്നിച്ചു കൂടുന്നവർ, നിശ്ചയമായിട്ടും ആത്മീയ കാര്യങ്ങളാണ് മനസ്സ് വയ്ക്കേണ്ടത്. റോമ അധ്യായം 8:5 ആത്മീയമായി ജീവിക്കുന്നവർ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. പലപ്പോഴും സഭയുടെ ഭൗതിക തലവും ആത്മീയ തലവും ഇവയിൽ ഏതാണ് പ്രധാനം എന്ന രീതിയിൽ കമ്പയർ ചെയ്യപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇവ രണ്ടിനും തുല്യ പ്രാധാന്യമാണെന്നും ഇവ രണ്ടിലും ഉപേക്ഷ വരുത്താൻ സാധിക്കില്ലെന്നും അപ്പസ്തോല പ്രവർത്തനം 6 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. അതുകൊണ്ട് 12 പേർ ശിഷ്യരുടെ സമൂഹത്തെ ഒന്നിച്ചുകൂട്ടി പറഞ്ഞു: ഞങ്ങൾ ദൈവ ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണ മേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. അതിനാൽ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവാൻ ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചുകൊള്ളാം. അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്തെഫാനോസ്, പീലിപ്പോസ്, പ്രോക്കോറോസ്, നിക്കാനോർ, തീമോൻ, പർമേനാസ്, യഹൂദമതം സ്വീകരിച്ച അന്ത്യോക്യക്കാരൻ നിക്കോളാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അവരെ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ നിർത്തി അവർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വെച്ചു. ദൈവവചനം പ്രചരിക്കുകയും ജെറുസലേമിൽ ശിഷ്യരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തു. പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു. ആത്മീയ കാര്യങ്ങളിൽ സ്ലീഹന്മാർ പൂർണ്ണമായി ശ്രദ്ധിക്കുമ്പോൾ ഭൗമിക കാര്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യാനായി 7 പേരെ തിരഞ്ഞെടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അത് ഏതെങ്കിലും 7 പേരെയല്ല, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ 7 പേരെ തന്നെ തിരഞ്ഞെടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് മറ്റൊന്നിനേക്കാൾ പ്രധാനമാണെന്നോ ശ്രേഷ്ഠമാണെന്നോ ഇവിടെ പഠിപ്പിക്കുന്നില്ല. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഇരു കൂട്ടരും പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും സ്നേഹവും നിറഞ്ഞവരായിരിക്കണം.
ദൈവം സഭയിൽ ഒന്നാമത് അപ്പസ്തലന്മാരെയും രണ്ടാമത് പ്രവാചകന്മാരെയും പ്രബോധകരെയും തുടർന്ന് അൽപ്രവർത്തകർ, രോഗശാന്തി നൽകുന്നവർ, സഹായകർ, ഭരണകർത്താക്കൾ, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ എങ്ങനെ നിയമിച്ചിരിക്കുന്നു. മനുഷ്യമാറ്റി അധികാര ശ്രേണി ഹയറാർക്കി കർത്താവ് സ്ഥാപിച്ചതാണ്. ആദിമസഭയിലുണ്ട്, മാർപ്പാപ്പ ഉണ്ട്, അപ്പസ്തലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരുണ്ട്, അവർ അഭിഷേകന്റെ വൈദികരുണ്ട്. ഈ സഭയുടെ സ്ട്രക്ചറാണ് സത്യം. പക്ഷേ ആത്മാവിനാലാണ് അവർ നയിക്കപ്പെടേണ്ടതും സഭയെ അവർ നയിക്കേണ്ടതും. അപ്പോൾ നമുക്ക് വ്യക്തമാണ്, ഇങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ട്, സഭയ്ക്ക് ഒരു സ്ട്രക്ചറുണ്ട്. അത് ഭൗതിക തലത്തിലുള്ള ഒരു സ്ട്രക്ചറാണ്, എന്നാൽ അവ ആത്മീയ തലത്തിൽ നയിക്കപ്പെടുന്ന ഒരു ഭൗതിക സ്ട്രക്ചറാണ് എന്ന്. അതുകൊണ്ട് നമുക്ക് ആ ഹൈറാർക്കിയോട് പൂർണ്ണ വിധേയത്വവും അനുസരണവും ഉള്ളവരായിരിക്കാം. മനുഷ്യനുണ്ടാക്കിയ പാരമ്പര്യങ്ങൾ ആണ് നമ്മൾ പറഞ്ഞ ഈ 23 സഭകളുടെയും പാരമ്പര്യങ്ങൾ. അർമേനിയൻ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മെസപ്പൊട്ടേമിയ എന്നെല്ലാം മനുഷ്യൻ പിന്നീട് ഉണ്ടാക്കിയതാണ് യേശുവിന് ശേഷം. അത് തെറ്റാന്നല്ല പറയുന്നത്, വേണ്ടാന്നല്ല പറയുന്നത്, അതൊക്കെ വേണം. പക്ഷേ സർവോപരി അരെ സ്നേഹം. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഈ ഒരു വീക്ഷണം നേരത്തെ പറയുന്നത് നമ്മൾ കേട്ടു. 23 സഭകളല്ല, 24 സഭകളാണ് കത്തോലിക്ക സഭയിലുള്ളത്, റോമൻ ലത്തീൻ റീത്ത് ഉൾപ്പെടെ. ഈശോ ശ്ലീഹന്മാർക്ക് പകർന്നു കൊടുത്ത പാരമ്പര്യം ശ്ലീഹന്മാർ അതുപോലെ തന്നെ നമുക്കും പകർന്നു തന്നിട്ടുണ്ട്. ഈ പാരമ്പര്യങ്ങളെയാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത്. അത് മാനുഷിക പാരമ്പര്യങ്ങളല്ല, ദൈവം നമുക്ക് പകർന്നു തന്ന പാരമ്പര്യങ്ങളാണ്. പാരമ്പര്യങ്ങൾ അനിവാര്യമാണെന്നും അവയെ മുറുകെ പിടിക്കണമെന്നും ബൈബിളിൽ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. 2 തെസ്സലോനിക്ക 2:15 പറയുന്നു, അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചന മുഖേനയോ കത്ത് മുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുവൻ. 2 തെസ്സലോനിക്ക 3:6 പറയുന്നു, അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിനിണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരരെ കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. തുടർന്ന് 1 കൊറിന്തോസ് 11:2 പറയുന്നു, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എന്നെ അനുസ്മരിക്കുന്നതിനാലും ഞാൻ നൽകിയ പാരമ്പര്യം അതേപടി സംരക്ഷിക്കുന്നതിനാലും ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. അതോടൊപ്പം കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പഠനവും നമ്മൾ നോക്കിയതാണ്. നമുക്കത് ഒന്നുകൂടെ നോക്കാം. CCC 1203. ഇന്ന് സഭയിൽ ഉപയോഗിച്ചു വരുന്ന ആരാധനാ പാരമ്പര്യങ്ങൾ അഥവാ റീത്തുകൾ ലത്തീൻ, ബൈസന്റൈൻ, അലക്സാൻഡ്രിയൻ അഥവാ കോപ്റ്റിക്, സിറിയൻ, അർമേനിയൻ, മാറോനീത്ത, കൽദായ എന്നിവയാണ്. നിയമപരമായി അംഗീകൃതമായ എല്ലാ റീത്തുകൾക്കും പരിശുദ്ധ സഭാമാതാവ് തുല്യ അവകാശവും ശ്രേഷ്ഠതയുമാണ് കൽപ്പിക്കുന്നതെന്നും ഭാവിയിൽ അവയെ സംരക്ഷിച്ച് സർവ്വവിധത്തിലും പരിപോഷിപ്പിക്കുവാൻ അവൾ ആഗ്രഹിക്കുന്നുവെന്നും പാരമ്പര്യത്തോടുള്ള വിശ്വസ്തമായ അനുസരണത്തിൽ ഈ വിശുദ്ധ സൂനോദോസ് പ്രഖ്യാപിക്കുന്നു. നമുക്കറിയാം, ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ വിശുദ്ധ കുർബാനയിലുള്ള മുറിയപ്പെട്ട ചങ്കും ചൊരിയപ്പെട്ട രക്തവും വെച്ചാണ് ഇവരെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത്. മറക്കരുതേ. എന്തിന്? ചെറിയ ആചാരകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെയാണ് ആചാരകർമ്മങ്ങൾക്കാണോ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതോ അനുഷ്ഠാനങ്ങൾക്കാണോ, അതോ ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ ശരീരവും രക്തവും ഈ ഭൂമിയിൽ വിളിച്ചു വരുത്തി ഈ ലോകത്തിലെ അന്ധകാരം മാറ്റി അജ്ഞത മാറ്റി രക്ഷ നൽകിയാണോ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ കേവലം 50-60 വർഷം പഴക്കമുള്ള ആചാരകർമ്മങ്ങൾക്കല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. മറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1203 ഖണ്ഡികയിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ സഭയുടെ 2000 വർഷം പഴക്കമുള്ള അപ്പസ്തോലിക പാരമ്പര്യങ്ങളോട് വിശ്വസ്തമായ അനുസരണത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. അതുപോലെ പ്രിയമുള്ളവരെ, പ്രിയ വൈദികരെ, മെത്രാന്മാരെ, കന്യാസികളെ, വിശ്വാസികളെ, വഴക്കും ഭിന്നതയും നമുക്ക് വെടിയാം. സ്നേഹത്തിൽ നമുക്ക് ബലിഷ്ഠരാകാം, ശക്തരാകാം, പൂർണ്ണരാകാം, അല്ല പരിപൂർണരാകാം. കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ അതെ നമുക്ക് ആ ദിവ്യബലിയിൽ മുറിയപ്പെടുന്ന ശരീരത്തോട് അല്ല ഹൃദയത്തോട് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെച്ച് നമുക്ക് കരങ്ങൾ കോർത്ത് അതെ നമുക്ക് ബലിയുടെയോ അല്ലെങ്കിൽ റീത്തുകളുടെയോ സഭകളുടെയോ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തി അതിന്റെ ആന്തരികത നശിപ്പിക്കുന്നവരാകാതിരിക്കാൻ ശ്രമിക്കാം. ഓരോ റീത്തിനും അവരവരുടേതായ ആരാധനാക്രമത്തിൽ പ്രത്യേക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. അവയ്ക്ക് ആരാധനയിൽ ഒരുപാട് പ്രാധാന്യവുമുണ്ട് എന്ന് നമുക്ക് സഭയിൽ കാണാൻ സാധിക്കും. ലത്തീൻ റീത്തിലെ കുർബാനയുടെ ജനറൽ ഇൻസ്ട്രക്ഷൻസ്, പൊതുനിർദ്ദേശങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. The priest must remember that he is the servant of the sacred liturgy and that he himself is not permitted on his own initiative to add, to remove or to change anything in the celebration of Mass. താൻ വിശുദ്ധ ആരാധനക്രമത്തിൻ്റെ ദാസനാണെന്നും സ്വയം മുൻകൈ എടുത്ത് കുർബാനയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ നീക്കം ചെയ്യുകയോ മാറ്റം വരുത്തുവാനോ തനിക്ക് അധികാരമില്ലെന്ന് പുരോഹിതൻ അറിയണം. ലത്തീൻ സഭയുടെ റോമൻ മിസാലിൻ്റെ പൊതുനിർദ്ദേശങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട് പുരോഹിതൻ എന്തുതരം വസ്ത്രമാണ് ധരിക്കേണ്ടത്, പുരോഹിതൻ എപ്പോൾ മുട്ടുകുത്തണം, എപ്പോൾ എഴുന്നേൽക്കണം, എപ്പോൾ ജനങ്ങളിലേക്ക് തിരിയണം, ജനങ്ങൾ എപ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, എപ്പോൾ മുട്ടുകുത്തണം,
ഇവയെല്ലാം കൃത്യമായും വ്യക്തമായും ഈ പൊതു നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്. ഇവയിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത് ആരാധനയ്ക്ക് ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിന് ഓരോ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അവയെല്ലാം കൂടി ചേരുന്നതാണ് ആരാധനാക്രമം അഥവാ ദൈവത്തോടുള്ള ആരാധന. അല്ലാതെ ആത്മീയ തലം മാത്രമല്ല, ഭൗമിക തലവും ആത്മീയ തലവും ഒരുമയോടെ പോകുന്നതാണ് ആരാധനാക്രമം എന്നത്. ശരീരഭാഷയും ആത്മീയതയും ഒരുമിച്ച് പോകുന്നു. ആരാധന ക്രമം എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ ഇത് ക്രമമുള്ള ഒരു ആരാധനയാണ്, അല്ലാതെ പ്രെയർ മീറ്റിംഗ് അല്ല. പുരോഹിതന് കുറച്ച് അപ്പവും വീഞ്ഞും വെച്ച് തോന്നുന്നത് പോലെ പ്രാർത്ഥനകൾ ചൊല്ലാനോ അനുഷ്ഠാനങ്ങൾ അതായത് റൂബ്രിക്സ് അനുഷ്ഠിക്കാനോ അനുവാദം ഇല്ല. ഇത് ലത്തീൻ റീത്തിന് മാത്രമല്ല, എല്ലാ റീത്തുകൾക്കും ബാധകമായ കാര്യമാണ്. CCC 1201 സഭ പഠിപ്പിക്കുന്നത് പോലെ The mystery of Christ is so unfathomably rich that it cannot be exhausted by its expression in any single liturgical tradition. ക്രിസ്തു രഹസ്യം ഏതെങ്കിലും ഒരു ആരാധനാ പാരമ്പര്യത്തിൽ മാത്രം പൂർണ്ണമായി പ്രകാശിതമാകാനാവാത്ത വിധം അഗാധമായ വിധത്തിൽ സമ്പന്നമാണ്. അതുകൊണ്ട് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് എല്ലാ റീത്തുകളെയും അവയുടെ ആത്മീയതയോടും ആരാധനയോടും ആചാരാനുഷ്ഠാനങ്ങളോടും പാരമ്പര്യങ്ങളോടും കൂടെ ചേർത്ത് പിടിച്ച് മുൻപോട്ട് പോകാം. നമുക്കറിയാൻ സാധിക്കും, വിദേശ മിഷണറിമാർ ഭാരതത്തിൽ വന്നു, ഏറെ നല്ല കാര്യങ്ങൾ നമുക്ക് തന്നു. അതെല്ലാം നമ്മൾ ഓർക്കണം, അവർ ജീവിതം ഭാരതത്തിന് വേണ്ടി, ഭാരത സഭയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ജീവൻ പോലും ഇവിടെ പണയം വെച്ച് അവർ സുവിശേഷം പ്രഘോഷിച്ചു. ഫ്രാൻസിസ് സേവ്യരെ പോലെയുള്ള ധാരാളം മിഷണറിമാരെ നമുക്ക് അറിയാം. വിശാഖപട്ടണം മിഷനിൽ ഞങ്ങളുടെ MSM സഭക്കാർ എപ്രകാരം ഫ്രാൻസിൽ നിന്ന് വന്ന് ജീവൻ വെടിഞ്ഞു. ആ മിഷനൊക്കെ ഇന്ന് 10-16 രൂപകളായിട്ട് മാറിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വ്യക്തി സഭകൾക്ക്, ഇവിടുത്തെ പറഞ്ഞാൽ മലങ്കര സഭയ്ക്കും അതുപോലെ തന്നെ സീറോ മലബാർ സഭയ്ക്കും അവർ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ മറക്കരുതേ, നന്ദികേടുള്ളവരായിരിക്കരുതേ. ഉദാഹരണമായിട്ട് പരിശുദ്ധ കുർബാനയുടെ ആരാധന, ആ പരിശുദ്ധ കുർബാനയുടെ വിശീത്ത, അല്ലെങ്കിൽ ഉത്തരീയം ധരിക്കൽ, കൊന്ത ചൊല്ലുക, കുരിശുവൻ കയ്യിലേന്തുക, അല്ലെങ്കിൽ കുരിശിനോട് ഭക്തി, അല്ലെങ്കിൽ ശ്രീവാപ്പാറ, കുരിശിന്റെ വഴി എന്ന് പറയും, നൊവീനകൾ, പരേതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ അവർ കൊണ്ടുവന്ന സത്യം വിദേശത്തു നിന്ന് ഇറക്കിയതാ. അതില്ലായെങ്കിൽ നമ്മുടെ സഭ എന്താണ്? നമ്മുടെ കേരളത്തിൽ ഒന്നും കാണില്ല. ആ പഴയ ആ ശീഷ്മയിൽ ഉണ്ടായിരുന്നതിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അല്ല, അവർ ചെയ്തതിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. പോർച്ചുഗീസുകാരിലൂടെ നന്മയും തിന്മയും വന്നിട്ടുണ്ട്. അവർ നമുക്ക് നൽകിയ നന്മയെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയും മുൻപോട്ട് പോകുന്നത്. പക്ഷേ അവരിലൂടെ വന്ന തിന്മകൾ അത് ചെറുത്ത് നിൽക്കുക തന്നെ ചെയ്യും, അവരെ എതിർക്കുക തന്നെ ചെയ്യും എന്ന് കരുതി സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയും നന്ദികേട് കാണിക്കില്ല. അതിന് ഉത്തമ തെളിവാണ് ലത്തീൻ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് സീറോ മലബാർ സഭയിൽ നിന്നും സീറോ മലങ്കര സഭയിൽ നിന്നുമുള്ള സന്യാസിനിമാരാണ്. അവർക്ക് നന്ദിയുള്ളതുകൊണ്ട് തന്നെയാണ് അവർ റീത്ത് വ്യത്യാസമില്ലാതെ സഭയോട് ചേർന്ന് സഭയുടെ മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അവർ തെറ്റ് ചെയ്ത് കാണും. ഇവിടുത്തെ ലിറ്ററിയും ആരാധനക്രമങ്ങൾക്കോ മാറ്റം വരുത്തി കാണും. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കും. അവരുടെ ഉദ്ദേശം നമ്മളെ എവാഞ്ചലൈസ് ചെയ്യുക, നമ്മളെ റോമിന്റെ കീഴിലാക്കുക, റോമിലെ ഏക സഭയുടെ നേതൃത്വത്തിലാക്കുക. മറ്റു സഭകളൊന്നും അങ്ങനെ അല്ലായിരുന്നു. അത് ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. സീറോ മലബാർ സഭ തന്നെ റോമൻ കീഴിൽ അല്ലായിരുന്നു. 12-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ വരുന്നത് വരെ ഞാൻ ചരിത്രമൊന്നും പറയുന്നില്ല. മലങ്കര സഭ അത് ചേർന്നിട്ട് 100 വർഷത്തോളം കഴിഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഓരോ വ്യക്തിസഭകളുടെയും ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അവരാരെയും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഞാനവരെ സ്നേഹിക്കുന്നു. ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, 12-ാം നൂറ്റാണ്ടിലല്ല 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇവിടെ വരുന്നത് വരെ ഭാരതത്തിലെ നസ്രാണികൾ ഒരു സഭയായിരുന്നു. തോമസ് ലീഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് തോമസ് ലീഹയുടെ ശിഷ്യന്മാരായ മാർ അദ്ദായി, മാർ മാറി സ്ലീഹന്മാരുടെ കൂദാശക്രമം പിന്തുടർന്നിരുന്ന പൗരസ്ത്യ സുറിയാനി അഥവാ കൽദായ പാരമ്പര്യം പിന്തുടർന്നിരുന്ന സഭയായിരുന്നു ഭാരതത്തിലെ നസ്രാണി സഭ. എന്നാൽ പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഭാരതത്തിലെ നസ്രാണികൾ ഉദയംപേരൂർ സൂനോദോസ് വഴിയാണ് കത്തോലിക്ക സഭയിലേക്ക് ചേർന്നത് എന്ന്. എന്നാൽ റോമിലെ വത്തിക്കാൻ ആർക്കൈവ്സിലുള്ള ചരിത്ര രേഖകളെ അടിസ്ഥാനമാക്കി ബഹുമാനപ്പെട്ട പോൾ പള്ളത്തച്ഛൻ്റെ കൃതികളിൽ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും, 16-ാം നൂറ്റാണ്ടിലെ ഉദയംപേരൂർ സൂനോദോസിന് മുൻപ് ഭാരതത്തിലെ നസ്രാണികൾ കൽദായ കത്തോലിക്ക സഭയുടെ ഭാഗമായിരുന്നു എന്ന്. പേർഷ്യയിൽ നിന്ന് ഭാരതത്തിലേക്ക് വന്ന ഭാരതത്തിൻ്റെ അവസാന കൽദായ കത്തോലിക്ക മെത്രാപ്പോലിത്തയായിരുന്നു മാർ അബ്രഹാം. അങ്കമാലി പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ ഖബറിടം. ഇത് ചരിത്ര സത്യമാണ്. നസ്രാണികളെ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നതല്ലായിരുന്നു ഉദയംപേരൂർ സൂനോദോസിന്റെ ലക്ഷ്യം. മറിച്ച് റോമിൻ്റെയോ മാർപ്പാപ്പമാരുടെയോ നിർദ്ദേശമോ അനുവാദമോ ഇല്ലാതെ ഭാരതത്തിലെ നസ്രാണികളെ നിർബന്ധപൂർവം പോർച്ചുഗീസുകാരുടെ കീഴിൽ ആക്കുവാനുള്ള അവരുടെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമായിരുന്നു ഉദയംപേരൂർ സൂനോദോസ് എന്നത്. അതിന് അവർ ഉപയോഗിച്ച ഒരു ടൂൾ മാത്രമാണ് ലത്തീൻ പാരമ്പര്യവും കത്തോലിക്ക വിശ്വാസവും എന്നത്. അതുവഴിയാണ് ലത്തീൻ പാരമ്പര്യങ്ങൾ ഭാരതത്തിലെ നസ്രാണികളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടത്. എന്നാൽ 2-ാം വത്തിക്കാൻ കൗൺസിൽ രേഖയായ ഓറിയന്റാലിയും എക്ലീസിയാറും എന്ന
പൗരസ്ത്യ സഭകൾക്കുള്ള ഉത്തരവിൽ വ്യക്തമായി സഭ പഠിപ്പിക്കുന്നു, ഇഫ് ഇൻ ദെയർ റിഗാർഡ് they have fallen short owing to contingencies of times and persons, കാലത്തിൻ്റെയോ വ്യക്തികളുടെയോ സമ്മർദ്ദത്താൽ അവരുടെ, അതായത് പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഭാരതത്തിലെ മാർത്തോമ നസ്രാണികളെ സംബന്ധിച്ചിടത്തോളം കാലം എന്നത് ഉദയംപേരൂർ സൂനോദോസും വ്യക്തികൾ എന്നത് പോർച്ചുഗീസുകാരുമാണ്. അപ്പോൾ ഇതുപോലുള്ള കാരണങ്ങളാൽ അവരുടെ പാരമ്പര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കണ്ടിൻജൻസീസ് ഓഫ് ടൈംസ് ആൻഡ് പേഴ്സൺസ്, സഭ പഠിപ്പിക്കുകയാണ്, they should take steps to return to their ancestral traditions. അവർ അവരുടെ പൗരാണിക പാരമ്പര്യങ്ങളിലേക്കും മടങ്ങാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് വ്യക്തമായി രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നു. ഉദയംപേരൂർ സൂനോദോസ് വഴി മാർത്തോമ നസ്രാണികളുടെ ആരാധനക്രമവും പാരമ്പര്യവും പോർച്ചുഗീസുകാർ ലത്തീൻ സഭയുടെയോ മാർപ്പാപ്പമാരുടെയോ അനുവാദമോ അംഗീകാരമോ ഇല്ലാതെ സമ്മർദ്ദത്താൽ നിർബന്ധപൂർവ്വം ലത്തീനീകരിച്ചു. എന്നാൽ പിയൂസ് 11 മാർപ്പാപ്പയുടെ വാക്കുകളിൽ, The Holy See does not want to Latinize but to Catholicize. ലത്തീനീകരണമല്ല, കാതോലികവൽക്കരണമാണ് പരിശുദ്ധ സിംഹാസനത്തിന്റെ ആഗ്രഹം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എന്റെ നൊവീസ് മാസ്റ്റർ ഫ്രഞ്ചുകാലം പറഞ്ഞത്, എന്റെ അച്ഛ സക്രായി എഴുന്നള്ളിക്കുന്ന ജീവിക്കുന്ന ഈശോയുടെ ശരീരത്തിന് മുമ്പിൽ കമന്ന് കിടന്ന് പ്രാർത്ഥിച്ചാലേ ബ്രഹ്മചര്യം പാലിക്കാൻ പറ്റൂ. അതെ, നമുക്കറിയാം വൈദികരാരും കന്യാസികളും ബ്രഹ്മചര്യം, ദാരിദ്ര്യം, അനുസരണമൊക്കെ വ്രതങ്ങൾ എടുക്കുന്നു. എന്തുകൊണ്ട് ഇന്ന് പാലിക്കാൻ പറ്റുന്നില്ല? കാരണം അവിടെ പോയി കമന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഇല്ല, ആ പതിവൊക്കെ പോയി. അതെ, അവിടെ ദരിശീലയാണ് കിടക്കുന്നത്, പള്ളി അടച്ചിടുകയാണ്, വിശുദ്ധയില്ല, ആരാധനയില്ല, പോയി. ആദിമ സഭയുടെ കാലം മുതലുള്ള യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണ് പള്ളികളിൽ തിരുശീല ഇടുന്ന പാരമ്പര്യം വരുന്നത്. ആദിമ കാലഘട്ടങ്ങളിൽ ലത്തീൻ സഭയിൽ ഉൾപ്പെടെ തിരശീലകൾ ഉണ്ടായിരുന്നു. പിന്നീട് ലത്തീൻ സഭയിൽ അത് തടികൊണ്ടുള്ള ഒരു വലിയ സ്ക്രീൻ ആയി മാറുകയും പതിയെ പതിയെ അത് ഒരു ഓൾട്ടർ റെയിൽ, അതായത് അൾത്താരയ്ക്ക് മുൻപിലുള്ള ഒരു റെയിൽ ആയി ചുരുങ്ങുകയും ചെയ്തു. ഇത് ലത്തീൻ സഭയിൽ മാത്രം സംഭവിച്ച ഒരു മാറ്റമാണ്. എന്നാൽ മറ്റ് പാരമ്പര്യങ്ങളിൽ, അതായത് ഗ്രീക്ക് പാരമ്പര്യം നമുക്ക് നോക്കാം. അവർ ഇപ്പോഴും ഒരു തിരുശീല മാത്രമല്ല, അവർ ഒരു വലിയ ഒരു ഭിത്തി തന്നെയാണ് അൾത്താരയ്ക്കും ജനങ്ങൾ നിൽക്കുന്നതിനും ഇടയ്ക്ക് അവർക്കുള്ളത്. ഇത് ഗ്രീക്ക് കത്തോലിക്ക സഭകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ ഇപ്പോഴും ഒരു വിരി അഥവാ തിരശീല മാത്രമല്ല, ഐക്കണോസ്റ്റാസിസ് എന്ന് അറിയപ്പെടുന്ന ഒരു വലിയ ഭിത്തി തന്നെ മദ്ബഹായെയും ഹൈക്കലയെയും, അതായത് ആളുകൾ നിൽക്കുന്ന സ്ഥലവും വേർതിരിക്കാനായി അവർ ഉപയോഗിക്കുന്നു. സുറിയാനി സഭയുടെ പാരമ്പര്യത്തിൽ തിരശീലയാണ് ഉപയോഗിക്കുന്നത്. റോമൻ കത്തോലിക്ക ലത്തീൻ സഭയിൽ ഇന്നും സക്രാരിയെ മൂടാനായി വിരി ഉപയോഗിക്കാറുണ്ട്. ഇതിന് കാരണം ആദിമസഭ മുതൽ ഇന്ന് വരെ സഭയിലുള്ള വിശ്വാസമാണ് മദ്ബഹ എന്നത് സ്വർഗത്തിന്റെ പ്രതീകമാണ് എന്ന്. മദ്ബഹ, അതായത് ഓൾട്ടർ, പരിശുദ്ധമാണ്. പരിശുദ്ധമായവയെല്ലാം വിരികൊണ്ട് മൂടുന്ന പാരമ്പര്യമാണ് സഭയിലുള്ളത്. അതിന് കാരണം ഒരു സെൻസ് ഓഫ് സീക്രട്ട്നെസ്, പരിശുദ്ധിയുടെ അവബോധം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നതും അതിന്റെ ഉദ്ദേശമാണ്. സീറോ മലബാർ സഭയ്ക്ക് റോമിൽ നിന്നുള്ള നിർദ്ദേശങ്ങളിൽ കൃത്യമായി പറയുന്നു, The rubric concerning the veil and incense is to be restored. വിരിയുടെയും ധൂപത്തിന്റെയും ക്രമം പുനഃസ്ഥാപിക്കണം. അതുകൊണ്ട് സീറോ മലബാർ സഭയിൽ തിരുശീല ഉപയോഗിച്ചേ മതിയാവൂ, കാരണം അത് റോമിൽ നിന്നുള്ള നിർദ്ദേശമാണ്. സീറോ മലങ്കര സഭയിലും തിരുശീല ഉപയോഗിക്കുന്ന പാരമ്പര്യമുണ്ട്. ആ കാൽവരിയിൽ കിടന്നുകൊണ്ട് ഉടുതുണി പോലും ഇല്ലാതെ ഹൃദയം മുറിച്ച് രക്തം ചിന്തിയ നമ്മളെ നോക്കിക്കൊണ്ട് ഇതാ എന്റെ ജീവിതം സമർപ്പിക്കുന്നെന്ന് പറഞ്ഞ ആ ബലി നമുക്കർപ്പിക്കാം. അതിന്റെ കൂടെ എന്തും കൂട്ടിച്ചേർത്തു, പക്ഷേ അതിന്റെ കേന്ദ്രം കളയരുത് യേശു. ഹല്ലേലൂയ. അതിലെ പ്രാർത്ഥനകളോ പാട്ടോ കൊട്ടോ ഒന്നും അല്ല പ്രധാനപ്പെട്ടത്, അതിന്റെ റീത്തുമല്ല പ്രധാനപ്പെട്ടത്, ജീസസ് ഇന്നും ജീവിക്കുന്ന യേശു. ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ പറയുന്നത് കേട്ടു. പ്രാർത്ഥനകളോ ഗാനങ്ങളോ മറ്റ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നുമല്ല പരിശുദ്ധ കുർബാനയുടെ കേന്ദ്രം, അത് ഈശോയാണെന്ന്. ശരിയാണ്, ഈശോയാണ് പരിശുദ്ധ കുർബാനയുടെ കേന്ദ്രം എന്ന് കരുതി പ്രാർത്ഥനകളും ഗാനങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റിവെക്കാവുന്നതല്ല. അങ്ങനെയെങ്കിൽ എന്തിനാണ് 1.5 മണിക്കൂറുള്ള കുർബാനക്രമം? വെറും 5 മിനിറ്റ് കൊണ്ട് കുർബാന തീർത്തുകൂടെ? അപ്പവും വീഞ്ഞും വാഴ്ത്തിക്കൊണ്ട് എല്ലാവർക്കും ഈശോയുടെ ശരീരവും രക്തവും നൽകിക്കൊണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ എളുപ്പത്തിൽ കുർബാന തീർക്കാൻ സാധിക്കും. അങ്ങനെ തീർക്കുന്ന സഭയുണ്ട്. ലത്തീൻ സഭയിൽ നിന്ന് മാറിപ്പോയ പൽമേറിയൻ കത്തോലിക്ക സഭ എന്നുള്ള ഒരു സഭയുണ്ട്. ആ സഭയുടെ കുർബാന വെറും 5 മിനിറ്റാണ്. നമുക്ക് ആ സഭയെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ അറിയാം. അപ്പോൾ 5 മിനിറ്റിനുള്ളിൽ മാത്രം തീർക്കാൻ പറ്റുന്ന ഒരു കുർബാന എന്തിനാണ് 1.5 മണിക്കൂർ നീട്ടുന്നത്? കാരണം കുർബാന എന്നത് അപ്പം മുറിക്കൽ മാത്രമല്ല, രക്ഷാകര ചരിത്രം മുഴുവനുമാണ് കുർബാനയിൽ നമ്മൾ അനുസ്മരിക്കുന്നത്. സൃഷ്ടി മുതൽ ഈശോയുടെ ഉത്ഥാനവും 2ാം വരവും വരെയുള്ള മുഴുവൻ രക്ഷാകര പദ്ധതിയെയുമാണ് നമ്മൾ കുർബാനയിൽ അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് കുർബാന ക്രമങ്ങളിലെ പ്രാർത്ഥനകളോ ഗാനങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും ഒഴിവാക്കാൻ സാധിക്കുന്നവയല്ല. ഈശോയെ സ്നേഹിക്കാനും ആരാധിക്കാനും വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ക്രമമാണ് അത്. അതുപോലെ തന്നെ നമ്മൾ പാലിക്കണം.
ലത്തീനിലുള്ള ഒരു ഏൻഷ്യൻ്റ് പ്രിൻസിപ്പിൾ, ഒരു പുരാതന തത്വമാണ് ലെക്സ് ഒറാന്തി, ലെക്സ് ക്രെദേന്തി, ലെക്സ് വിവേന്തി. പ്രാർത്ഥനയുടെ നിയമമാണ് വിശ്വാസത്തിൻ്റെ നിയമം. അതാണ് ജീവിതത്തിൻ്റെ നിയമം. നമ്മുടെ പ്രാർത്ഥന തെറ്റിയാൽ നമ്മുടെ വിശ്വാസം തെറ്റും. നമ്മുടെ വിശ്വാസം തെറ്റിയാൽ നമ്മുടെ ജീവിതവും തെറ്റും. നമുക്ക് സഭയിൽ പല കോൺഗ്രിഗേഷൻസ് ഉണ്ട്. എല്ലാ കോൺഗ്രിഗേഷൻസിനും കോമൺ ആയിട്ട് ദൈവസ്നേഹമുണ്ട്. എന്നാൽ അത് മാത്രമല്ല അതിലെ ഘടകം. ഓരോ കോൺഗ്രിഗേഷനും അവരവരുടേതായ നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്. അത് പാലിക്കുകയും അനുസരിക്കുകയും വേണം. ദൈവത്തോടുള്ള സ്നേഹമാണ് പ്രധാനം എന്നതുകൊണ്ട് ഈ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കേണ്ടതില്ല എന്നാണോ? ഒരിക്കലുമല്ല. അത് അനുസരിക്കുകയും പാലിക്കുകയും തന്നെ വേണം. ഇതുപോലെ തന്നെയാണ് സഭയുടെ ആരാധനാക്രമവും. മാത്രമല്ല, ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്നുണ്ട് റീത്തുകളും പ്രധാനപ്പെട്ടതല്ല എന്ന്. ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. CCC 1200 മുതൽ 1203 വരെയുള്ള സഭയുടെ പ്രബോധനം. ഈശോയോടുള്ള ആരാധന ഒരു റീത്തിൽ മാത്രം ചുരുങ്ങുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ എല്ലാ റീത്തുകളും അതിൻ്റെ പാരമ്പര്യ പൂർണ്ണതയിൽ അർപ്പിച്ചാൽ മാത്രമേ ഈശോയോടുള്ള ആരാധന പൂർണ്ണമാവൂ. 1 കൊരിന്ത്യർ അദ്ദേഹം അധ്യായം 3 പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പൗലോസ് പറയാണ്, സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. ജഡിക മനുഷ്യരോട് എന്ന പോലെ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ നിങ്ങൾ പൈതങ്ങളാണ്. നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നു. ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തമില്ലാത്തതിനാൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ പാല് തരുന്നു. എന്നാൽ നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. ജഡികരായതുകൊണ്ടല്ലേ നിങ്ങൾ ചിലർ, ഞാൻ പൗലോസിന്റെ ആളാണ്, ഞാൻ മറ്റു ചില അപ്പള്ളോസിന്റെ ആളാണ്, അല്ലെങ്കിൽ ഞാൻ അപ്പസ്തോലൻ പൗലോസിന്റെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇന്ന് അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഞാൻ തോമാശിയുടെ മക്കളാണ്, അത് ശോരിയായുടെ മക്കളാണ്. ഇങ്ങനെ വചനം പ്രഘോഷിക്കാൻ വന്നവരുടെ പേര് സഭകൾ. അതൊന്നും കർത്താവ് ആഗ്രഹിച്ചല്ല. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ വചനഭാഗത്തിന്റെ അവസാന ഭാഗം നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു വായിക്കാം. 1 കൊറിന്തോസ് 3 അധ്യായം 21 വാക്യം മുതൽ. അതിനാൽ മനുഷ്യരുടെ പേരിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട. എല്ലാം നിങ്ങളുടെ സ്വന്തമാണ്. പൗലോസും അപ്പോളോസും കേപ്പായും, കേപ്പ എന്ന് വെച്ചാൽ പത്രോസ്, ലോകവും ജീവനും മരണവും ഇപ്പോഴുള്ളവയും ഉണ്ടാകാനിരിക്കുന്നവയും എല്ലാം നിങ്ങളുടേത് തന്നെ. നിങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റേതും ക്രിസ്തു ദൈവത്തിൻ്റേതും. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ അപ്പോസ്തലന്മാരുടെ പേരുകളിൽ ഒന്നും സഭ അറിയപ്പെടുവാൻ പാടില്ല. അതല്ല ഈശോ ഉദ്ദേശിച്ചത് എന്ന് പറയുകയാണെങ്കിൽ ഈ വചനപ്രകാരം റോമൻ കത്തോലിക്ക ലത്തീൻ സഭയോട് ചേർത്ത് പത്രോസിന്റെ പേരും പറയാൻ പാടില്ലല്ലോ. ഇനി എന്തുകൊണ്ടാണ് ഈ സഭകൾ അപ്പോസ്തലന്മാരുടെ പേരുകളിൽ അറിയപ്പെടുന്നത്? കാരണം ബെന്തക്കോസ്തായ്ക്ക് ശേഷം അപ്പോസ്തലന്മാർ പല രാജ്യങ്ങളിലേക്ക് പോയി അവിടെയെല്ലാം സഭ സ്ഥാപിച്ചു. അവരിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചവർ അവർ ആരിൽ നിന്നാണ് വിശ്വാസം സ്വീകരിച്ചത് എന്ന് വ്യക്തമാക്കാനാണ് അവരുടെ പേരിൽ സഭകൾ അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോസ്തല പ്രവർത്തനം 19 അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. അവൻ അവരോട് ചോദിച്ചു, അവൻ അതായത് പൗലോസ് അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? അവർ പറഞ്ഞു, ഇല്ല, പരിശുദ്ധാത്മാവ് എന്നൊന്ന് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അവൻ ചോദിച്ചു, എങ്കിൽ പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത്? അവർ പറഞ്ഞു, യോഹന്നാന്റെ സ്നാനം. വചനത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ആദിമ ക്രിസ്ത്യാനികൾ നേരിട്ടിരുന്ന ഒരു ചോദ്യമാണിത്. നിങ്ങൾ ആരിൽ നിന്നാണ് വിശ്വാസം സ്വീകരിച്ചത്? അത് വ്യക്തമാക്കാനാണ് അപ്പോസ്തലന്മാരുടെ പേരുകളിൽ അവർ അറിയപ്പെടുവാൻ തുടങ്ങിയത്. അന്ത്യോക്യയിലെയും റോമിലെയും സഭകൾ പത്രോസിന്റെ പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി. ഭാരതത്തിലെ സഭ തോമാശ്രീയുടെ പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി. ഈജിപ്തിലെ സഭ മർക്കോസിന്റെ പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി. എന്നാൽ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഈശോയോടുള്ള സ്നേഹവും വിശ്വാസവുമാണ് അവരിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച സഭകൾക്ക് നൽകിയത്. യോഹന്നാൻ 11:16 പറയുന്നത് പോലെ, അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം എന്ന് ധീരമായി പറയുന്ന തോമാശ്ലീഹ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന അവൻ്റെ ആ പ്രഖ്യാപനത്തിൽ അവന് ഈശോയോടുള്ള സ്നേഹം മുഴുവനും ഉണ്ടായിരുന്നു. ആ തോമാശ്ലീഹയിൽ നിന്നാണ് ഭാരതത്തിലെ നസ്രാണികൾ വിശ്വാസം സ്വീകരിച്ചത്. തോമാശ്ലീഹ ഇവിടെ വന്നു കഴിഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് ശേഷം, 14 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പാശ്ചാത്യ മിഷണറിമാർ, ഫ്രാൻസിസ് സേവിയർ, മറ്റ് പോർച്ചുഗീസ് മിഷണറിമാർ ഒക്കെ എത്തുന്നത്. നമുക്ക് ഉപസംഹരിക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ പരിശുദ്ധ പാരമ്പര്യങ്ങളുടെ പ്രാധാന്യം എത്രമാത്രമാണ് കത്തോലിക്ക സഭയിൽ ഉള്ളത് എന്ന് നമ്മൾ കണ്ടു. കത്തോലിക്ക സഭയിൽ വിശുദ്ധ ഗ്രന്ഥത്തിനും വിശുദ്ധ പാരമ്പര്യങ്ങൾക്കും തുല്യ പ്രാധാന്യമാണ് സഭ നൽകുന്നതെന്നും, ചരിത്രപരമായി നോക്കുമ്പോൾ ആദിമസഭയെ ആത്മാവിനാൽ പ്രചോദിതമായ പാരമ്പര്യങ്ങൾ മാത്രമാണ് നയിച്ചിരുന്നതെന്നും നമ്മൾ കണ്ടു. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ നമുക്ക് പക്വതയുള്ളവരാകാം, എല്ലാവരോടും ക്ഷമിക്കാം. ലത്തീൻ സഭയോ മാർപ്പാപ്പയോ നമ്മളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പോർച്ചുഗീസുകാർ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കും അധികാരത്തിനും വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് ലത്തീൻ സഭയ്ക്കോ മാർപ്പാപ്പയ്ക്കോ ഒരു പങ്കുമില്ലായിരുന്നു. അതുകൊണ്ട് അവരോട് യാതൊരുവിധ പരിഭവവും ആവശ്യമില്ല.
പാശ്ചാത്യ സഭയിൽ നിന്നും നമുക്ക് ലഭിച്ച ഭക്താഭ്യാസങ്ങൾ, പ്രത്യേകിച്ച് ജപമാല, നമ്മുടെ ആത്മീയതയെ വളർത്തുന്ന ഭക്താഭ്യാസങ്ങളാണ്. അവയെ നമുക്ക് മുറുകെ പിടിക്കാം. അതുമാത്രമല്ല, നമുക്ക് പരസ്പരം നന്ദിയുള്ളവരാകാം. കാരണം ഇന്ന് ലത്തീൻ സഭയുടെ മിഷൻ പ്രവർത്തനത്തിനായും ഒരു റീത്ത് വ്യത്യാസവും നോക്കാതെ ശുശ്രൂഷ ചെയ്യുന്ന സീറോ മലബാർ സഭയിൽ നിന്നും സീറോ മലങ്കര സഭയിൽ നിന്നുമുള്ള അനേക സന്യസ്ത മക്കൾ ഉണ്ട്. അവരെയൊക്കെ നമുക്ക് നന്ദിപൂർവ്വം ഓർക്കാം. പാരമ്പര്യങ്ങൾ, നിയമം, ക്രമം, ഘടന എന്നിവയെല്ലാം സ്നേഹം എന്ന പശ കൊണ്ട് കൂട്ടിച്ചേർത്താൽ മാത്രമേ ക്രിസ്തു ശിരസ്സായ പല അവയവങ്ങൾ ആയ 24 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയായ ഏക ശരീരമായ കത്തോലിക്ക സഭ നിലനിൽക്കുകയുള്ളൂ. കേവലം സ്നേഹം കൊണ്ടോ നിയമം കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ മാത്രമല്ല സഭ നയിക്കപ്പെടുന്നത്. ഇവയെല്ലാം ഒരുമിച്ച്, ഇവയ്ക്കെല്ലാം തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒന്ന് മറ്റൊന്നിനെ കോംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടാണ് സഭ നിലനിൽക്കുന്നത്. 24 വ്യക്തിഗത സഭകളുടെ പാരമ്പര്യങ്ങൾക്ക് പകരം ഏതെങ്കിലും ഒരു റീത്തിലേക്ക് മാത്രം ചുരുക്കപ്പെട്ടാൽ പിന്നെ കത്തോലിക്ക സഭയുടെ കാതോലികത അവിടെ നഷ്ടമാവും. കത്തോലിക്ക എന്ന വാക്ക് പോലും വരുന്നത് സാർവത്രികം എന്ന അർത്ഥമുള്ള കാത്തോലിക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. ഏതെങ്കിലും ഒരു റീത്തിലേക്ക് ചുരുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കത്തോലിക്ക സഭ കാതോലികമാവില്ല, അതൊരു പ്രാദേശിക സഭ മാത്രമാവും. ഗലാത്യ 1:8 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമായ ചിന്തകൾ പ്രചരിപ്പിക്കുകയും ഒരു റീത്ത് മാത്രമാണ് ഒറിജിനൽ കത്തോലിക്ക സഭ എന്ന് പറയുന്ന ഏക റീത്ത് വാദം എന്ന കത്തോലിക്ക വിരുദ്ധ പഠനത്തിനെ നമുക്ക് തള്ളിക്കളയാം. 24 സഭകളുടെയും കൂട്ടായ്മയായ ഏക കത്തോലിക്ക സഭയെ നമുക്ക് മുറുകെ പിടിക്കാം. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ അനുസരിച്ചും അവ മനസ്സിലാക്കിയും നമുക്ക് മുൻപോട്ട് നീങ്ങാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഈശോയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ കൽപ്പന പാലിക്കുക. കൽപ്പന പാലിക്കുക എന്ന് പറഞ്ഞാൽ ഈശോയുടെ മൗതിക ശരീരമായ സഭ ഔദ്യോഗികമായി നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പാലിക്കാം, നമുക്ക് അനുസരിക്കാം. അതുവഴി ഈശോയെയും അവൻ്റെ സഭയെയും സ്നേഹിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.